ഇടുക്കി മാങ്കുളത്തെ റോഡിലെ കുഴിയിലാണ് സ്കൂൾ ബസ് വീണത്. കുഴിയിൽ നിന്ന് സ്കൂൾ ബസ് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. കുട്ടികളെ സമീപവാസികൾ സ്വന്തം വാഹനത്തിൽ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചു. പ്രദേശത്ത് ഈ ബസ് അവിടെ കുടുങ്ങി. ഞാൻ ജീപ്പെന്നാണ് പറഞ്ഞത്, ജീപ്പല്ല ബസ്സാണ്. പ്രദേശത്ത് മണിക്കൂറോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ് കുഴിയിൽ നിന്ന് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ലാൽ കൃഷ്ണൻ തുടരുന്നു. ലാൽ, ഈ ബസ് കുഴിയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം വിജയിക്കുന്നുണ്ടോ? കുഴി എന്ന് പറയുമ്പോൾ സാമാന്യം ചെറിയ കുഴിയായിട്ട് കണക്കൂട്ടരുത്. കാര്യം ഒരു പഞ്ചായത്ത് പാതയാണ് എങ്കിൽ പോലും ഈ വണ്ടിയുടെ ബമ്പർ, അതായത് ഒരു സ്കൂൾ ബസിന്റെ ഹൈറ്റ് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ, അതിന്റെ ബമ്പർ അടക്കം ഇടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ആ കുഴിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ആ കുഴിയിൽ നിന്ന് കയറാൻ കഴിയില്ല. ഹാഷ്മി, ഇതൊരു ഏകദേശം ഒരു 4 കൊല്ലമായിട്ട് ഈ ഒരു പഞ്ചായത്ത് റോഡാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. എന്നിരുന്നാൽ പോലും ഒരു 4 കൊല്ലമായിട്ട് ആ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് അടക്കം നാട്ടുകാർ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതാണ്. ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് ആ റോഡൊന്ന് ടാർ ചെയ്ത പോലെ, ഒരു മഴക്കാലത്ത് ടാർ ചെയ്ത പോലെ വരുത്തി 6 മാസത്തിനുള്ളിൽ ആ റോഡ് അങ്ങനെ തന്നെ വീണ്ടും പഴയ പോലെ കുളമായി പോയി. അതിന് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് റോഡൊന്നും പൂർണ്ണമായും വിളിക്കാൻ കഴിയില്ലാത്ത രീതിയിലുള്ളൊരു പാതയാണത്. മണ്ണിട്ട പാത എന്നാണ് ഒരുപക്ഷെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ കാണുമ്പോൾ അതിന് അനുഭവപ്പെടുകയുള്ളൂ. അത്തരത്തിൽ വലിയ കുഴികളാണ്. നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊരു വിനോദസഞ്ചാരികൾ സ്ഥിരം പോകുന്ന ഒരു പാത കൂടിയാണ്. അതായത് അടിമാലിയിൽ നിന്ന് കുരങ്ങാട്ടി വഴി ആനക്കുളം ഭാഗത്തേക്ക്, ഈ ആനകളെല്ലാം കുളിക്കുന്ന മാങ്കുളത്തെ ആനക്കുളത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള പാതയാണ്. പക്ഷേ ഒരു 4 വീലർ ജീപ്പ് ഉപയോഗിച്ചല്ലാതെ ആ വഴിയിലൂടെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കുട്ടികളെ കൊണ്ട് പോകുന്ന ഒരു സ്കൂൾ ബസ്സാണ്. പക്ഷേ ഇന്നലെ രാത്രി പെയ്തൊരു മഴയിൽ അത് വീണ്ടും പൂർണ്ണമായും കുളമായി മാറി. അതിലൊരു കുഴിയിലേക്കാണ് ഈ ബസ്സിന്റെ മുന്നിലെ ചക്രങ്ങൾ ചെന്ന് പതിച്ചത്. ആ കുഴിയിൽ നിന്ന് ബസ് ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സ്കൂളിന്റെ സമയം പോകുന്നത് കണ്ട് നാട്ടുകാർ തന്നെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കി ഓട്ടോറിക്ഷയിലും സമീപത്തുണ്ടായിരുന്ന കാറുകളിലെല്ലാമായി കല്ലാറിലുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരു 4 വീൽ ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് വടം കെട്ടി ഈ ബസ് അതിൽ നിന്ന് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടൊന്നുമില്ല, വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അധികൃതരുടെ ഭാഗത്ത് ഇപ്പോഴും ഒരു മൗനം തന്നെയാണ്. പള്ളിവാസൽ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ളൊരു പാതയാണിത്. പക്ഷേ പഞ്ചായത്ത് പലപ്പോഴും ഈ വിഷയത്തെ കാര്യമായി പരിഗണിക്കുന്നില്ല. ഒരു ടൂറിസം മേഖലയാണ് എന്നുള്ളതോ, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളതോ, സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ളൊരു അവകാശം എന്നുള്ളതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തീർത്തും അവഗണിച്ച് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഭാഗത്തുള്ളത്. സ്കൂൾ ബസ് ഉയർത്താനുള്ള ശ്രമം വിജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധവും സമാനമായി തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇടുക്കി മാങ്കുളത്താണ് റോഡിലെ കുഴിയിൽ സ്കൂൾ ബസ് കുടുങ്ങിയത്. സ്കൂൾ ബസ് കുഴി എന്ന് പറഞ്ഞ നേരത്തെ ലാല് പറഞ്ഞ പോലാണ്, അത് ചെറിയ കുഴിയല്ല, അത് വലിയ കുഴിയാണ്. അപ്പോൾ അത് ദീർഘനാൾ ആളുകൾ അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്ന പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു അപകടമൊക്കെ ഒഴിവായി പോയതല്ലേ, സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിഹാരം ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.